പാലക്കാട് പെരുതൂരിൽ കാഞ്ഞിരക്കായ കഴിച്ച യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മരിച്ച ഷൈജുവിന്റെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. ക്ഷേത്രത്തിലെ ആട്ടുചടങ്ങിലാണ് ഷൈജു കാഞ്ഞിരക്കായ കഴിച്ചത്. ഇത് വരലാണ് മൂപ്പരമാണ് വരല്. അങ്ങനെ വന്നിട്ട് ഈ ഫ്രൂട്ട്സുകളൊക്കെ വെക്കും. അതില് 2 പഴം ഉണ്ടായിരുന്നു. ഈ പഴം കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ ഫ്രൂട്ട്സ് വിതരണം ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് നേരം കിടന്നപ്പോ കാലിനൊക്കെ മസില് കയറുണ്ട് പറഞ്ഞു. ഞങ്ങൾ ഒഴിഞ്ഞിട്ട് നോക്കുമ്പോ മസില് കയറാണ് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ അപ്പൊ വണ്ടിയിലും ഉണ്ട്. അതൊരു വിരം വെച്ച പോലെ പിന്നെ പെട്ടെന്ന് തണുത്തുകൊണ്ടായത്. 4 കായാണ് വെച്ചത്. 2 കായാണ് കഴിച്ചിട്ടുണ്ടാവും. ബാക്കി അവിടെ വേസ്റ്റായിട്ട് വരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞിട്ട് ബോഡി പട്ടാമ്പി ഹോസ്പിറ്റലുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടി നടക്കുന്നുണ്ട്. സംഭവ സ്ഥലം നോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്ത് നിന്ന് ഈ കാഞ്ഞിരത്തിന്റെ കായ കഴിച്ചതിന്റെ വേസ്റ്റ് അതിന്റെ പാർസലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് കണ്ടോസിൽ എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നടന്ന ആട്ടുചടങ്ങിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. നിഖിൽ, ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണല്ലോ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരാൻ ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരണം, അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും ഉന്മേഷ്, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. സാധാരണ ഈ ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് നടക്കുമ്പോൾ, ആട്ടുചടങ്ങ് നടക്കുമ്പോൾ കാഞ്ഞിരത്തിന്റെ കായ അവിടെ വെക്കാറുണ്ട്. പക്ഷെ അത് കഴിക്കാറില്ല എന്നുള്ളതാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ തൃത്താല പോലീസും വ്യക്തമാക്കുന്ന കാര്യം. എന്നാൽ ഇന്നലെ ഈ ചടങ്ങ് നടക്കുന്നതിനിടെ കോമരമായിരുന്ന ഷൈജു അബദ്ധത്തിൽ ഇത് കഴിച്ചു പോവുകയും ഇദ്ദേഹം കഴിച്ചു കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ മുതൽ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നുമാണ് ബന്ധുക്കൾ പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. പ്രാഥമികമായിട്ട് കാഞ്ഞിരത്തിന്റെ കായ കഴിച്ചത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. എന്തായാലും ആന്തരിക അവയവങ്ങളുടെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് തന്നെയാണോ മരണകാരണം എന്നുള്ളത് വ്യക്തമാകും. എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കാഞ്ഞിരത്തിന്റെ കായ അത് കഴിക്കാൻ പാടില്ലാത്തതാണ്. അത് കഴിച്ചതാണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. എന്തായാലും ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ മാത്രമേ അന്തിമ ചിത്രം വ്യക്തമാകൂ. എന്തായാലും തൃത്താല പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.